ഏട്ടാ ഇന്നൊരു സംഭവം ഉണ്ടായി. അതെ, ഞാൻ മുറ്റത്ത് തൂത്തോണ്ട് നിൽക്കുമായിരുന്നേ. അപ്പൊ ക്ലീറ്റോ ചേട്ടന്റെ വീട്ടിലൊരു കാര്യം കണ്ട്. അതല്ല ഏട്ടാ, ഞാൻ നോക്കിയപ്പോഴേ ഒരു പർദ്ദ ഇട്ടുള്ള ഒരു പെണ്ണ് ഇറങ്ങി വന്ന്. തങ്കത്തിന്റെ കൂട്ടുകാരിലാരെങ്കിലും അവളെ കാണാൻ വന്നായിരിക്കും. അതിന് നാത്തും തൊഴിലുറപ്പിന് പോയിരിക്കുമല്ലേ. ഇത് അതൊന്നും അല്ല, എന്നെ കണ്ടപ്പോ ചാടി അകത്തോട്ട് കയറി. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, നമ്മുടെ ഇവിടെ വന്നേ പമ്മി നിന്ന് നോക്കിയേ. അപ്പം പതുക്കെ ക്ലീറ്റോ ചേട്ടൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് മൊത്തം നോക്കി ഇവിടെ ആരെങ്കിലും ഒക്കെ നിപ്പുണ്ടാന്നേ. എന്നിട്ട് അത് കൈ കാണിച്ചിങ്ങനെ വിളിച്ച് വാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ പെണ്ണും ചാടി ഇറങ്ങിയിട്ട് ഓടിപ്പോയേ. അപ്പൊ ക്ലീറ്റോ ചേട്ടൻ വീടൊക്കെ പൂട്ടി. നിർത്തിയത് പറയടി, ബാക്കിയും കൂടെ എന്തോന്നാണ്? ഇലക്ട്രിസിറ്റി ഓഫീസിലെ അവിടുത്തെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. അവിടുത്തെ ഈ കറണ്ട് ചാർജ് കൂട്ടി. ഓ അല്ല, ക്ലീറ്റസിന്റെ കാര്യം എന്തൊക്കെ പറയുന്നത് കേട്ടല്ലോ. അതമ്മേ, നാത്തൂൻ അവിടെ ഇല്ലല്ലോ. അപ്പൊ ക്ലീറ്റോ ചേട്ടൻ ഉച്ചക്ക് എന്ത് കഴിക്കുമെന്ന് പറയുമായിരുന്നു. ക്ലീറ്റസിനെ ഊട്ടുന്ന ഒരാള്, അതെ അവനെവിടെയെങ്കിലും പോയി കഴിച്ചോളും. നീ ഞാൻ ഊട്ടാനൊന്നും നിൽക്കണ്ട. ദൈവമേ, എന്തോ തലവണ മന്ത്രമാണെന്ന് ദൈവത്തിനറിയാം. മാറങ്ങോട്ട്. ആ എടാ, അപ്പുറത്ത് താമസിക്കുന്നതേ നിന്റെ ഒരേ ഒരു പെങ്ങളാണെന്നുള്ള ഓർമ്മ വേണം. പൂട്ടിയിട്ടേ രണ്ടുപേരും കൂടെ നടന്നുകൊണ്ട് അങ്ങോട്ട് പോയി. എന്നെ കണ്ടില്ല. എന്തോ ഉണ്ട് കേട്ടോ ഇതില്. എനിക്ക് ആകെ പേടിയാവുന്നു. നാത്തൂന്ന് അറിഞ്ഞ എന്തായിരിക്കും? അതല്ല ഏട്ടാ, ക്ലീറ്റോ ചേട്ടന്റെ മുഖത്തൊരു പരുങ്ങലുണ്ടായിരുന്നു. നീ ചുമ്മാ എഴുതപ്പുറം വായിക്കാറുണ്ടാണ്. ചുമ്മാ ആവശ്യമില്ലാതെ മനുഷ്യനെ ടെൻഷൻ അടിക്കാനായിട്ട്. അവൻ അങ്ങനെ ഒരാളെന്നാണോ നീ അടിച്ചേക്കുന്നത്? ഇതുവരെ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ അവനെ പറ്റി? പിന്നെ പൈസയുടെ കാര്യത്തിലും അതിലൊക്കെ ഓരോ വേലകളാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യം നമുക്ക് ചെയ്യുന്നില്ല. പിന്നെ നാത്തൂനില്ലാത്ത സമയത്ത് എന്തിനാ വിളിച്ചോണ്ട് വന്നത്? പിന്നെ നാത്തൂനുള്ളപ്പോ കൊണ്ടുവന്നൂടെ? എടുത്തോണ്ട് വേറെ എന്തെങ്കിലും എടുത്തോണ്ട്